ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഡേ 3 സ്റ്റാർട്ട് ചെയ്തേക്കാണ്. നമ്മുടെ വർക്കൗട്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ടില്ല, നടക്കൽ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി വർക്കൗട്ട് ചെയ്യണം വീട്ടിൽ പോയിട്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാത്തവരൊക്കെ സ്റ്റാർട്ട് ചെയ്തോ, കാരണം തടി കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത് കൂടുതൽ ബാധിക്കുക നമ്മളെ ഹാർട്ടിനെ തന്നെയാണ്. സോ തടിയൊക്കെ കുറച്ച് ഫിറ്റായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ വീട്ടിൽ പോവാം. അങ്ങനെ ക്രിസ്മസിൻ്റെ ലീവിൽ നമുക്ക് കിട്ടിയ പണികളാണിത്. വീടൊന്ന് ക്ലീൻ ചെയ്തതാണ്. വീടിൻ്റെ പറമ്പൊക്കെ കഷ്ണം പോയി വിരലിൻ്റെ ഇത് കണ്ടില്ലേ, അടിപൊളിയാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നിരിക്കുന്നത് നമ്മളെ സ്വന്തം ചെക്ക് ഡാമിലേക്കാണ്. ഇത് ഒരു പൂട്ടി കിടക്കുന്ന ഒരു മില്ല്, അരിമില്ല്, അങ്ങനെ എന്തോ ഫാക്ടറിയാണ്. കാലങ്ങളായിട്ട് പൂട്ടി കിടക്കുന്നതാണ്. കണ്ടില്ലേ, ഒരു അടിപൊളി കാനന പാത, ഒരു ഔട്ട് പോസ്റ്റ്, ചെക്ക് പോസ്റ്റ് കാര്യങ്ങൾ, നമ്മളെ വണ്ടി, അതുകൊണ്ട് നമ്മളെ കൊമ്പരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ നേരെ താഴത്താണ് നമുക്ക് ഡാം വന്നിരിക്കുന്നത്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ അവിടെ താഴത്തെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമുക്ക് പോയി നോക്കാം. അപ്പോൾ മരമൊക്കെ മുറിച്ചിട്ട് എടുക്കുന്നുണ്ട്. ഒക്കെ ഇറങ്ങിയില്ലേ പണി പാടും. അപ്പോൾ അങ്ങനെ താഴെ ഡാം കാണുന്നുണ്ട്. താഴെ നമ്മളെ ചെക്ക് ഡാമാണ്. ഇനി ഇവിടെ ഞാൻ നടന്ന് വ്ളോഗ് ചെയ്താൽ മിക്കവാറും ഉരുണ്ട് വിഴിഞ്ഞ് താഴത്തുണ്ടാവും. അതുകൊണ്ട് താഴെ പോയിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഡാമിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. ആരുടെ ഒരു ചൂണ്ട ഇരിക്കുന്നുണ്ട്. ചൂണ്ട ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഡാമിൽ പോയി നോക്കാം. അങ്ങനെ ഇതാണ് നമ്മളെ ചെക്ക് ഡാം. ചെറിയൊരു ചെക്ക് ഡാം, നമ്മളെ സ്വന്തം ചെക്ക് ഡാം. പക്ഷേ ഇന്ന് ആരെയും കാണാനില്ല. ക്രിസ്മസ് ആയതുകൊണ്ടാണ് എന്താണെന്നറിയില്ല, ആരെയും കാണാനില്ല. അല്ലെങ്കിൽ ഇവിടെ പിള്ളേരുണ്ടാവും, ഇഷ്ടംപോലെ പിള്ളേരുണ്ടാവും. അടിപൊളിയായിട്ട് കുളിക്കലും ബഹളമൊക്കെ ആയിട്ട് നല്ല രസമാണ്. ഇതിൻ്റെ ഈ ബാക്കിൽ കാണുന്ന ആ ഒരു ഇത് കണ്ടോ, ആ ദൂരെ കാണുന്നത്, അവിടെയാണ് നമ്മളെ തൃശ്ശൂർ ജില്ലാ കൃഷിത്തോട്ടം വരുന്നത്. അവരുടെ ഭാഗമായിട്ടുള്ള തോന്നുന്നുണ്ട് ഈ ചെക്ക് ഡാമും. അതോ ഇനി ഈ മുകളിലത്തെ മില്ലിനൊക്കെ ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ജില്ലാ കൃഷിത്തോട്ടമാണ് അതിൻ്റെ ബാക്കിൽ വരുന്നത്. തൃശ്ശൂർ ജില്ലാ കൃഷിത്തോട്ടം. ഇത് ചേലക്കര വെങ്ങാനല്ലൂരാണ് സംഭവം. സോ അത്രയൊക്കെ ഉള്ളൂ. ഇവിടെ ഞാൻ ജസ്റ്റ് ചില്ലടിച്ചിട്ട് വരാം. ഓക്കെ. അങ്ങനെ ഇന്നത്തെ ഡേ 3 കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്ലോസിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ. അങ്ങനെ ഡേ 3 നമ്മളുടെ ഫിനിഷ്. ഇനി 75ലേക്ക് എത്താൻ ഇനിയും ഒരുപാട് ദിവസങ്ങളുണ്ട്. എന്തായാലും സംഭവം കൊള്ളാം. 75 ഹാർഡ് ചാലഞ്ച്. അപ്പോൾ എല്ലാവരും എടുത്തു നോക്കി നോക്ക്, അടിപൊളിയാണ്. നമ്മളെ ബോഡിക്കും ഒക്കെ ഒരു ഉന്മേഷമാണ്. ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഡേ 4ൽ കാണാം. സി യു.